Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണ്. ഓക്കെ, ബോട്ടം അപ്പ് ഇവാലുവേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ. ഇതിൻ്റെ അത് പറഞ്ഞായിരുന്നു, ദർ ആർ ടു ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെ, രണ്ട് തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടും ഉണ്ട്, ഇൻഹെറിറ്റ് ആട്രിബ്യൂട്ടും ഉണ്ട്. അപ്പം ഒരു പ്രൊഡക്ഷൻ്റെ അകത്ത് സിന്തസൈസ് ആട്രിബ്യൂട്ട് മാത്രമാണെങ്കിൽ അതിനെയാണ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ടു ക്രിയേറ്റ് എ ട്രാൻസ്ലേറ്റർ ഫോർ ആർബിട്രറി സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ക്യാൻ ബി ഡിഫിക്കൾട്ട്. അപ്പം നമുക്ക് ഒരു ക്രിയേറ്റ് ചെയ്യുക, ഒരു ട്രാൻസ്ലേറ്റർ ക്രിയേറ്റ് ചെയ്യുക. എന്തിൻ്റെയാണ്? ആർബിട്രറി സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ്റെ ഒരു ട്രാൻസ്ലേറ്റർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ അത് ഡിഫിക്കൾട്ടാണ്. അപ്പം വി വുഡ് ലൈക്ക് ടു ഇവാലുവേറ്റ് സെമാൻറ്റിക് ഡ്യൂറിങ് പാസിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? We would like to evaluate semantic rule during passing. In a single pass, we will pass and we will also evaluate semantic rule during passing. അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു വൺ പാസിന്, അതൊരു സിംഗിൾ പാസിൻ്റെ അകത്ത് എന്ത് ചെയ്യും? പാഴ്സിങ് ചെയ്യും. ഇവാലുവേഷൻ ഏത് രീതിയിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ പാസിങ്ങിൻ്റെ അകത്ത്, ആ റൂളും ഇവാലുവേറ്റ് ചെയ്യേണ്ട സെമാൻറ്റിക് റൂളും ഇതിനകത്ത് പറയും. ഈ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ്റെ അകത്തുള്ളതാണ് രണ്ടെണ്ണമാണ്, എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനും എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനും. രണ്ട് സബ് ക്ലാസ്സസ് ആണ് ഉള്ളത് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ്റെ അകത്ത്. എസ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് മാത്രമാണെങ്കിൽ, ഒരു സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ്റെ അകത്ത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് മാത്രമാണെങ്കിൽ അതിനാണ് എസ് ആട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എസ് ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് എല്ലാ ആക്ഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷൻ, നമ്മൾ പറയുന്നത് എല്ലാ ആക്ഷൻസ് ഉണ്ടെങ്കിലും അത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്രൊഡക്ഷനിലായിരിക്കും നമ്മൾ എഴുതുന്നത്. എല്ലാ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസൈസ് ആട്രിബ്യൂട്ടും കാണും, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും കാണും. ഓക്കെ, ഒരു റെസ്ട്രിക്റ്റ്, ഇതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും എല്ലാ ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഈ എസ് ആട്രിബ്യൂട്ട് ഇതാണ്, ടു ഇംപ്ലിമെൻറ്റ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആൻഡ് എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ വി ക്യാൻ ഇവാലുവേറ്റ് സെമാൻറ്റിക് റൂൾ ഇൻ എ സിംഗിൾ പാസ് ഡ്യൂറിങ് പാസിങ്. ഇത് ഈ ഒരു എസ് ആട്രിബ്യൂട്ട് ആയിക്കോട്ടെ അല്ലെ എൽ ആട്രിബ്യൂട്ട് ആയിക്കോട്ടെ, ഡെഫിനിഷൻ ആയിക്കോട്ടെ, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ഓക്കെ, ഇവാലുവേറ്റ് സെമാൻറ്റിക് റൂൾ നമ്മൾ പറയും. അത് സിംഗിൾ പാസ്, ആ പാസിങ്ങിൽ ഒരു സിംഗിൾ പാസിൻ്റെ അകത്തായിരിക്കും പറയുക. നമുക്ക് ഈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൽ ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈസിയാണ്. കമ്പയർ ചെയ്യുമ്പോൾ എൽ ആട്രിബ്യൂട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം എസ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈസിയാണ് എൽ ആട്രിബ്യൂട്ടിനെക്കാട്ടിലും. എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് ഇവാലുവേറ്റ്, എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോട്ടം അപ്പ് ഇവാലുവേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോട്ടം അപ്പ് ഇവാലുവേഷൻ, ബോട്ടം അപ്പ് ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ പലതരത്തിലുള്ള ബോട്ടം അപ്പ് ഇവാലുവേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതിൻ്റെ അകത്ത് എല്ലാ പാർസറാണ് എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ്റെ ഇവാലുവേഷൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ പാസറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ പാസർ ഉപയോഗിച്ചിട്ടാണ് എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ പാസർ ജനറേറ്റർ ക്യാൻ കൺസ്ട്രക്ട് എ ട്രാൻസ്ലേറ്റർ. അപ്പം എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ്റെ അകത്ത് പാസർ എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ലേറ്ററിനെ കൺസ്ട്രക്ട് ചെയ്യും. ദാറ്റ് ഇവാലുവേറ്റ് ആട്രിബ്യൂട്ട്സ് as it passes the input. അതാണ് ഇവാലുവേറ്റ് ദ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അതാണ് എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പാസറിന് കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച്
ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ്. അപ്പം എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ്റെ അകത്ത് പാസർ എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ലേറ്ററിനെ കൺസ്ട്രക്ട് ചെയ്യും. ആ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ പാസർ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഓരോ ആട്രിബ്യൂട്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. We put the values of synthesized attribute of grammar symbol a stack that has extra field to hold values of attribute. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു LR പാസറിൻ്റെ അകത്ത് എന്താണ്, ഒരു സ്റ്റാക്ക് ഉണ്ട് അല്ലേ, ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ അകത്തൊരു പാസറുണ്ട്, ഒരു സ്റ്റാക്ക് ഉണ്ട്. സ്റ്റാക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സാധാരണ LR പാസറിൻ്റെ അകത്തുള്ളത്? സ്റ്റേറ്റും കാണും, ഗ്രാമർ സിമ്പലും കാണും. സാധാരണ ഒരു LR പാസറിൻ്റെ അകത്ത് സ്റ്റേറ്റും ഗ്രാമർ സിമ്പലുമാണ് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ അകത്ത് ഗ്രാമർ സിമ്പിളിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഫീൽഡ് നമ്മൾ ഹോൾഡ് ചെയ്യും. ഈ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഗ്രാമർ സിമ്പിൾസിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫീൽഡും കൂടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം സ്റ്റാക്ക് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ പെയർ ഓഫ് അറേസ്. ഓക്കെ, സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പെയർ ഓഫ് അറേസ് ആണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? വാല്യൂം കാണും, സ്റ്റേറ്റും കാണും. ഓക്കെ, ഇഫ് ദ ith സ്റ്റേറ്റ് വാല്യൂ ഈസ് എ, ഇപ്പം ith സ്റ്റേറ്റിൻ്റെ വാല്യൂ എ ആണെങ്കിൽ ദ വാല്യൂ ഓഫ് I വിൽ ബി ഹോൾഡ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് അസോസിയേറ്റഡ് വിത്ത് പാസ് ട്രീ നോട്ട് കറസ്പോണ്ടിങ് ടു ദിസ് എ. അതായത് ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരു ഗ്രാമർ സിമ്പിൾ ആണ് എ എന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു ഗ്രാമർ സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വാല്യൂ, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂം സ്റ്റോർ ചെയ്യുന്നത്. കണ്ടോ, വി ഇവാലുവേറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞേക്കുവാണ്, വി ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് ആട്രിബ്യൂട്ട് ഡ്യൂറിങ് റിഡക്ഷൻ്റെ അകത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് വിചാരിക്കുക. A implies XYZ. നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് മെത്തേഡിലാണല്ലോ ഈ ഒരു LR പാസർ വർക്ക് ചെയ്യുന്നത്. അപ്പം A implies XYZ എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? റൈറ്റ് സൈഡ് മാച്ച് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെന്നാണ്. അപ്പം ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ 3 എണ്ണം വരുവാണെങ്കിൽ ഇതുണ്ടോ, Z ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂയും കാണും. Y ആണെങ്കിൽ വൈന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ വാല്യൂ കാണും. X ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ വാല്യൂ. ഗ്രാമർ സിമ്പിളും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂമായിരിക്കും സ്റ്റാക്കിൻ്റെ അകത്ത് കാണും. അപ്പം ഇതാണ് സ്റ്റേറ്റ് വാല്യൂ പെയറാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഇത് 3 എണ്ണം ഇങ്ങനെ ഉണ്ടെങ്കിൽ X ഇംപ്ലൈസ് XYZ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് മാച്ചായി, റൈറ്റ് സൈഡുമായിട്ട് മാച്ചായി കഴിഞ്ഞാൽ ഇത് ഇത്രയും എണ്ണത്തിനെ പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എ എടുത്ത് പുഷ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിനെ ഇത്രയും എണ്ണത്തിനെ പോപ്പ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ ഫീൽഡിൽ എന്ത് ചെയ്യാം? എ എടുത്ത് പുഷ് ചെയ്യാം. അപ്പം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആർ ഇവാലുവേറ്റഡ് ബിഫോർ ഈച്ച് റിഡക്ഷൻ. ഈ റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എക്സും വൈയും ഇസഡ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്താണോ അത് വെച്ചിട്ട് സിന്തസൈസ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതാ പറയുക, സിന്തസിസ് ആട്രിബ്യൂട്ട് ആർ ഇവാലുവേറ്റഡ് ബിഫോർ ഈച്ച് റിഡക്ഷൻ. ഓരോ റിഡക്ഷനും മുമ്പ് സിന്തസിസ് ആട്രിബ്യൂട്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ബിഫോർ XYZ ഈസ് റെഡ്യൂസ്ഡ് ടു എ, XYZ എ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ദ വാല്യൂ ഓഫ് X ഡോട്ട് ഇസഡ്. നോക്കി, ഇതിപ്പോൾ ടോപ്പ് ആണെങ്കിൽ ഇത് ഏതായിരിക്കും? ടോപ്പ് -1 ഇതിരിക്കുക. ഇതോ ടോപ്പ് -2 അപ്പം അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ഇസഡ്, ഓക്കെ, ദ വാല്യൂ ഓഫ് ഇസഡ് ഡോട്ട് ഇസഡ് ഈസ് ഇൻ വാല്യൂ ഓഫ് ടോപ്പ്. കണ്ടോ, ഇത് വാല്യൂ ആണ്, ഈ ഒരു ഫീൽഡ് വാല്യൂ ആണ്. ഇസഡ് ഡോട്ട് ഇസഡ് ഇവിടെ ഇരിക്കുക, വാല്യൂ ഓഫ് ടോപ്പ്. കണ്ടോ, അപ്പം y ഡോട്ട് വൈയോ ദ വാല്യൂ ഓഫ് ടോപ്പ് -1. X ഡോട്ട് എക്സോ the value of top -2. ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ആഫ്റ്റർ റിഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഇവിടുന്ന് എങ്ങോട്ട് വരണം?
ഇപ്പം ഇവിടാണ് ഈ 3 എണ്ണത്തിനെ കളയണമെന്ന് വെച്ചാൽ ടോപ്പ് എങ്ങോട്ട് വരണം? ടോപ്പ് -2 വരണം. അതാ പറഞ്ഞത് ആഫ്റ്റർ റിഡക്ഷൻ ടോപ്പ് ഈസ് ഡിക്രീസ്ഡ് ബൈ 2. അത് എക്സ് വൈ ഇസഡിനെ പോപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഇനി എവിടെ ആയിരിക്കും? ടോപ്പ് -2 ഇഫ് എ സിമ്പിൾ ഹാസ് നോ ആട്രിബ്യൂട്ട്, ഒരു സിമ്പിളിന് ആട്രിബ്യൂട്ട് ഇല്ലെങ്കിൽ ദ കറസ്പോണ്ടിങ് എൻട്രി ഇൻ ദ അറേ ഈസ് അൺഡിഫൈൻഡ്. ഇവിടെ ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഒരു വാല്യൂ ഇല്ല, ആട്രിബ്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അറേ എന്തായിരിക്കും? ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പം ഇതൊരു ഡെസ്ക് കാൽക്കുലേറ്ററിൻ്റെ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഡെസ്ക് കാൽക്കുലേറ്ററിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് L ഇംപ്ലൈസ് EN, E ഇംപ്ലൈസ് E പ്ലസ് T, E ഇംപ്ലൈസ് T, T ഇംപ്ലൈസ് T സ്റ്റാർ F, T ഇംപ്ലൈസ് F, F ഇംപ്ലൈസ് ബ്രാക്കറ്റിൽ F ഇംപ്ലൈസ് ഡിജിറ്റ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇടത്ത് വന്ന് കഴിയുമ്പം എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് വാല്യൂ ഓഫ് ടോപ്പ് -2. ഓക്കെ, ഇവിടെ വന്ന് കഴിയുമ്പോഴോ ഇത് ടോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഏതായിരിക്കും? ടോപ്പ് -2 ഇവിടെ കിടക്കുക. ഇതോ ടോപ്പിലായിരിക്കും. അതായത് നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേന് സ്റ്റാക്കിൻ്റെ അകത്ത് കിടക്കുന്നത് മേളിൽ T ആയിരിക്കും, പിന്നെ പ്ലസ് ആയിരിക്കും ഇവിടെ E ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോപ്പാണ് ഇവിടെ പോയിന്റ് ചെയ്യുന്നത്, പ്ലസ് പോയിന്റ് ചെയ്യുന്നത് ടോപ്പ് -1, ഇവിടെ ടോപ്പ് -2. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? വാല്യൂവും ഉണ്ടായിരിക്കും. ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ആട്രിബ്യൂട്ടും ഇവിടെ കാണും. ഇപ്പോൾ T.T ആണെങ്കിൽ ഇവിടെ, E.T ആണെങ്കിൽ ഇവിടെ, ഇങ്ങനെ കാണും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് പ്ലസ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം E എവിടെ ആയിരിക്കും കിടക്കുന്നത്? E കിടക്കുന്നത് ടോപ്പ് -2. കണ്ടോ? വാല്യൂ ഓഫ് ടോപ്പ് -2 പ്ലസ് വാല്യൂ ഓഫ് ടോപ്പ് T എവിടെ ആയിരിക്കും കിടക്കുന്നത്? വാല്യൂ ഓഫ് ടോപ്പിൽ. അത് രണ്ടും കൂടാണ് അഡീഷൻ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇൻറ്റു വരുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതുക. വാല്യൂ ഓഫ് ടോപ്പ് -2 ഇൻറ്റു വാല്യൂ ഓഫ് ടോപ്പ്. ഇവിടെ വരുമ്പോഴത്തേന് E ആണ് വരുന്നത്. അപ്പോൾ E എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഓർത്തോണം, ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് E ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഇങ്ങനെയാണ് പോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു ഇയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ആയിരിക്കും ടോപ്പ് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് E എവിടെ ആയിരിക്കും? ടോപ്പ് -1 ഇത് കിടക്കുന്നത്, ഇതോ ടോപ്പ് -2. അപ്പം അതാ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് N ടോപ്പ്, അതായത് N ടോപ്പ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാല്യൂ ഓഫ് N ടോപ്പ്. ഓക്കെ, വാല്യൂ ഓഫ് N ടോപ്പ്, അതായത് ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇനി വാല്യൂ ഓഫ് ടോപ്പ് -1. ടോപ്പിൽ എന്ത് വരണം? വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ടോപ്പ് -1 ആയിരിക്കും. ഓക്കെ, ഇഫ് ഈച്ച് ഷിഫ്റ്റ് ഓഫ് ഡിജിറ്റ്, ഷിഫ്റ്റ് ഒരു നമ്പർ വരുമ്പോഴത്തേനാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? ടെർമിനൽസ് വരുമ്പോഴത്തേന്, നോട്ട് ടെർമിനൽ വരുമ്പോഴാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതാ പറയുന്നത് അറ്റ് ഈച്ച് ഷിഫ്റ്റ് ഓഫ് ഡിജിറ്റ് വി ഓൾസോ പുഷ് digit.lexval into value of stack. ഒരു ഡിജിറ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയിരിക്കും ആട്രിബ്യൂട്ട്സ് കാണുന്നത് അല്ലേ? ആട്രിബ്യൂട്ട്സ് കാണും. അപ്പോൾ ആ ഡിജിറ്റ് എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഈ ഫോൾ അതർ ഷിഫ്റ്റ്, ബാക്കി എല്ലാ ഷിഫ്റ്റിനും വി ഡു നോട്ട് പുട്ട് എനിത്തിങ് ഇൻ ടു വാൽ സ്റ്റാക്ക്. ടെർമിനൽസിനെയാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ടെർമിനൽസ് പറഞ്ഞ ഏതൊക്കെയാണ്? പ്ലസ്, ഇൻറ്റു, ബ്രാക്കറ്റ് ഡിജിറ്റ് ആണ്. ഇതിനൊന്നും എന്തില്ല? ഈ പ്ലസ്, ഇൻറ്റു, ബ്രാക്കറ്റിനും ഒന്നും എന്തില്ല? ആട്രിബ്യൂട്ട് ഇല്ല. ഉള്ളി ആട്രിബ്യൂട്ട്സ് ഉള്ളത് ഏതിനേ ഉള്ളൂ? ഡിജിറ്റിന് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത് അറ്റ് ഈച്ച് ഷിഫ്റ്റ് ഓഫ് ഡിജിറ്റ്, ഓരോ ഷിഫ്റ്റിൻ്റെ അകത്തും എന്ത് ചെയ്യണം? വി ഓൾസോ പുഷ്, എന്ത് പുഷ് ചെയ്യണം? digit.lexval. digit.lexvalനെ സ്റ്റാക്കിൻ്റെ വാല്യൂയിലേക്ക് പുഷ് ചെയ്യണം. അറ്റ് ഓൾ അതർ ഷിഫ്റ്റ്, ബാക്കി എല്ലാ ഷിഫ്റ്റിനും വി ഡു നോട്ട് പുട്ട് എനിത്തിങ് ഇൻ ടു സ്റ്റാക്ക് വാല്യൂ. ഒന്നും സ്റ്റാക്ക് വാല്യൂയിലേക്ക് നമ്മൾ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അതർ ടെർമിനൽസ് ഡു നോട്ട് ഹാവ് ആട്രിബ്യൂട്ട്സ്. ബാക്കിയുള്ള ടെർമിനൽസിലൊന്നും എന്തില്ല? ആട്രിബ്യൂട്ട്.
ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിജിറ്റാണ്. അപ്പോൾ ഇതൊരു സ്റ്റാക്കിൻ്റെ അകത്താണ് ഇവിടെ കാണിച്ചേക്കുന്നത്, സ്റ്റേറ്റും വാല്യൂവും കാണിച്ചേക്കുന്നത്. ഇനിഷ്യലി ഈ ഒരു ഫീൽഡ് എം ടി ആണ്. 5 എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെർമിനലാണ്. അതിനെന്ത് ചെയ്യുക, സ്റ്റേറ്റും വാല്യൂവും പുഷ് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അടുത്തത് പ്ലസ് ആണ്. ആ പ്ലസ് വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഇത് ഓർക്കുക, ഇതിവിടെ സ്റ്റാക്കിന് ടോപ്പിൽ കിടക്കുന്ന റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണോ നോക്കുക. ഓക്കെ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെ എഫ് ആക്കി കൺവേർട്ട് ചെയ്തു. വാല്യൂ അതുപോലെ തന്നെ കിടക്കുവാണ്. ഓക്കെ, ഇതെന്താവും, എഫ് എന്താവും, ടി ആവും. വാല്യൂ അതുപോലെ തന്നെ. ടി എന്താണ്, ഇ ആയി. വാല്യൂവിന് ചേഞ്ച് ഇല്ല. അടുത്തത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്തത് പ്ലസ് ആണ്. പ്ലസ്സിനെ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് പ്ലസ് ആണ്, പക്ഷേ ഇവിടെ ഒന്നുമില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്, ഇവിടെ ഇല്ല. ഓക്കെ, ഡിഫൈൻ ചെയ്തിട്ടില്ല, അവിടെ ഒരു ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. അടുത്തത് 3 ആണ്. ആ 3 വരുമ്പോഴത്തേന് എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇവിടെ 3 ആണ്, ഇവിടെ അതിൻ്റെ വാല്യൂ അത് ഇൻസേർട്ട് ചെയ്തു. ഇവിടെ അടുത്തത് ഇൻറ്റു ആണ്. ഓക്കെ, ഇൻറ്റുവിന് മുമ്പ് ഇവിടെ 3 എന്താക്കാൻ പറ്റും, എഫ് ആക്കാൻ പറ്റും. എഫിനെ എന്താക്കി, ടി ആക്കി. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് ആണ്. അപ്പം നോക്കി കഴിയുമ്പോഴത്തേന് ഇവിടെ ഏതാ വരിക, പ്രസിഡൻസ് നോക്കുമ്പോഴത്തേന് സ്റ്റാക്കിൻ്റെ അകത്തോട്ട് നമ്മൾ പുഷ് ചെയ്യും. നേരത്തെ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റാക്കിൻ്റെ അകത്തോട്ട് ഇൻറ്റുവിനെ നമ്മൾ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. പക്ഷേ ഇവിടെ വാല്യൂവിൻ്റെ അകത്ത് നമ്മൾ എന്ത് വരത്തില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ അവിടെ ഒരു സ്പേസ് മാത്രം, ഒന്നും അവിടെ എൻ്റർ ചെയ്യത്തില്ല ആ പർട്ടിക്കുലർ ഫീൽഡിൽ. നെക്സ്റ്റ് എന്താണ്, 4 നമ്മൾ പുഷ് ചെയ്തു. 4 എന്ന് പറയുന്ന വാല്യൂ ആണ്, അതിനെ കൊണ്ടിട്ടു. എഫ് ആക്കി, 4നെ എഫ് ആക്കി. ടി ഇൻറ്റു എഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടി ഇൻറ്റു എഫിനെ റെഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഓപ്പറേഷനും ഇവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 4 എത്രയാണ്, 12 എന്ന് കിട്ടി. ഇനി അടുത്തത് ഇ പ്ലസ് ടി ആണ്. അപ്പം ഇവിടെ എന്താവും, 5ഉം 12ഉം കൂടെ എടുക്കും. ആ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും, നമുക്ക് 17 എന്ന് കിട്ടും. ആ 17 ആയിരിക്കും ആർക്ക് കൊടുക്കുന്നത്, എല്ലിന് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത് എങ്ങനെയാണ് ഒരു എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ്റെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബോട്ടം അപ്പ് ഇവാലുവേഷനാണ് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് LR പാസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, നമ്മൾ ഓരോ സ്റ്റേറ്റിൻ്റെയും കൂടെ അതിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂം കൂടെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.